സയൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ സെക്കൻഡ് യൂണിറ്റിൻ്റെ വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ്, പ്രകാശവിസ്മയങ്ങൾ എന്ന ചാപ്റ്ററിൻ്റെ 2ാമത്തെ ഭാഗമാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലെയിൻ മിറർ, സമതല ദർപ്പണം എന്ന ഭാഗം മുതലാണ്. അതിനു മുമ്പ് നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, അതുപോലെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റിഫ്ലക്ഷൻ ഒക്കെ നമ്മൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ എന്താണ് ഒരു പ്ലെയിൻ മിറർ, ഒരു സമതല ദർപ്പണം എന്താണ്? എ മിറർ വിത്ത് എ പ്ലെയിൻ സർഫസ് ഈസ് കോൾഡ് എ പ്ലെയിൻ മിറർ എന്ന് വെച്ചാൽ ഉപരിതലം സമതലമായ ദർപ്പണങ്ങളെയാണ് നമ്മൾ സമതല ദർപ്പണം എന്ന് പറയുക. അതിൻ്റെ ഉപരിതലം സമതലാകൃതിയിലായിരിക്കും. നമ്മൾ ദിവസവും കാണുന്ന കണ്ണാടി, സാധാരണ ഉപയോഗിക്കുന്ന കണ്ണാടിയെ നമ്മൾ സമതല ദർപ്പണം എന്നാണ് പറയുക. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സീ അവർ ഫേസ്, നമ്മുടെ മുഖം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണാടി. Can you find out the direction in which the light falling on a surface would get reflected? ഒരു പ്രതലത്തിൽ പതിക്കുന്ന പ്രകാശകിരണങ്ങൾ ഏത് ദിശയിലേക്കാണ് പ്രതിപതിക്കുക എന്ന് കണ്ടെത്താൻ കഴിയുമോ? Let's do an experiment. ഈ ഒരു പ്രവർത്തനമാണ് നമ്മൾ ചെയ്യേണ്ടത്. കണ്ണാടിയിലേക്ക് ടോർച്ച് ഉപയോഗിച്ച് ലൈറ്റ് അടിക്കാം. ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരമാവധി ഇരുട്ട് മുറിയിൽ വെച്ച് ചെയ്യാം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ദർപ്പണത്തിലേക്ക് വരുന്ന പ്രകാശരശ്മികളെയും ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന പ്രകാശരശ്മികളെയും നമുക്ക് കാണാൻ കഴിയാം. ഓക്കെ, The ray falling on the mirror is called incident ray. അങ്ങനെ ദർപ്പണത്തിൽ തട്ടുന്ന പ്രകാശരശ്മിയെ നമ്മൾ പറയുന്നതാണ് ഇൻസിഡന്റ് റേ. അതായത് ടോർച്ചിൽ നിന്നും വരുന്ന പ്രകാശരശ്മിയെ നമ്മൾ ഇൻസിഡന്റ് റേ എന്നാണ് പറയുക. പതനരശ്മി അല്ലെങ്കിൽ പതനകിരണം. ഓക്കെ, അങ്ങനെ ദർപ്പണത്തിൽ നിന്നും തിരിച്ചു പോകുന്ന, അതിൽ തട്ടിയിട്ട് തിരിച്ചു പോകുന്ന പ്രകാശരശ്മിയെ നമ്മൾ പ്രതിപതന കിരണം എന്നാണ് പറയുക. The ray reflected from the mirror is known as reflected ray. തിരിച്ചു പോകുന്ന രശ്മി അല്ലെങ്കിൽ പ്രതിപതന കിരണം, റിഫ്ലക്റ്റഡ് റേ എന്നാണ് നമ്മൾ പറയാം. When we try to draw the ray diagram of this experiment, we will get this kind of a diagram. Okay, here the incident ray and the reflected ray are indicated in the diagram. A perpendicular line is also shown in the diagram. It is known as normal. It is a line drawn perpendicular to the mirror at the point of incidence. നമ്മൾ ഈ പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന രേഖാചിത്രം ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ തന്നിട്ടുള്ളത് പതനകിരണവും പ്രതിപതന കിരണവും. അതെന്താ നമ്മൾ പറഞ്ഞു. ഓക്കെ, ദർപ്പണത്തിലേക്ക് പതിക്കുന്നത് പതനകിരണവും അതിൽ തട്ടി തിരിച്ചു പോകുന്നത് പ്രതിപതന കിരണവും. അതിനിടയിൽ ലംബം എന്ന് പറയുന്ന ഒരു രേഖ കൂടെ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ദർപ്പണത്തിൻ്റെ പ്രതലത്തിന് ലംബമായിട്ട് പതനബിന്ദുവിൽ നിന്നും ഒരു രേഖ വരയ്ക്കുകയാണ്. അതിനെയാണ് നമ്മൾ ലംബം എന്ന് പറയാം. ഓക്കെ, പതനകിരണം എത്തുന്ന ബിന്ദു ഉണ്ടല്ലോ, ആ ബിന്ദുവിൽ നിന്ന് ഒരു രേഖ നമ്മൾ ദർപ്പണത്തിൻ്റെ പ്രതലത്തിന് ലംബമായിട്ട് വരയ്ക്കുകയാണ്. അതിനെയാണ് നമ്മൾ ലംബം എന്ന് പറയാം. 2 types of angles can be observed here: angle of incidence and angle of reflection. What is angle of incidence? It's the angle between the incident ray and the normal. എന്ന് വെച്ചാൽ പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണിനെയാണ് നമ്മൾ പതനകോൺ എന്ന് പറയാം. അതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. പതനകിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണം. നമുക്ക് കിരണം അല്ലെങ്കിൽ രശ്മി രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, ദെൻ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ. പ്രതിപതന കിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അഥവാ പ്രതിപതന കിരണം എന്ന് പറയാം. Angle of incidence is always equal to angle of reflection.
പതനകോണും പ്രതിപതനകോണും എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, പതനകോണും പ്രതിപതനകോണും എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. പ്രോപ്പർട്ടീസ് ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ വന്നിട്ട് നമ്മുടെ ഇടത് കൈയൊന്ന് ഉയർത്തി നോക്കാം. എന്താ കാണുക? പ്രതിബിംബത്തിൻ്റെ വലത് കൈ ഉയർന്നതായിട്ട് നമുക്ക് കാണുന്നു. അതുപോലെ നമ്മുടെ വലത് കൈ ഉയർത്തിയാൽ പ്രതിബിംബത്തിൻ്റെ ഇടത് കൈ ഉയർന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വലത് ഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടത് ഭാഗമായും നമ്മുടെ ഇടത് ഭാഗം പ്രതിബിംബത്തിൻ്റെ വലത് ഭാഗമായും തോന്നുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. lateral inversion. This is the shifting of the lateral side of the images in the opposite direction. Shifting of the lateral side of the images in the opposite direction. അതിനെയാണ് നമ്മൾ ലാറ്ററൽ ഇൻവേർഷൻ അഥവാ പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. നമ്മുടെ ഇടത് ഭാഗം പ്രതിബിംബത്തിൻ്റെ വലത് ഭാഗമായും നമ്മുടെ വലത് ഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടത് ഭാഗമായും തോന്നുന്ന ഒരു പ്രതിഭാസം. പാർശ്വഭാഗങ്ങൾ വിപരീത ദിശയിൽ കാണപ്പെടുക. ഇതിനെയാണ് നമ്മൾ ലാറ്ററൽ ഇൻവേർഷൻ അഥവാ പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിനോമിനനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആംബുലൻസ് എന്ന് എഴുതിയിട്ടുള്ളത്, മിറർ ഇമേജ് ആയിട്ട്. അപ്പോൾ നമ്മൾ വാഹനങ്ങളിലെ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് അതിൻ്റെ ലാറ്ററൽ ഇൻവേർഷൻ അഥവാ പാർശ്വിക വിപര്യം നടന്ന ഇമേജാണ് നമ്മൾ നമ്മുടെ കണ്ണാടിയിൽ കാണുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടത് വായിക്കാൻ കഴിയും. ഓക്കെ. പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജസ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഒരു സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു, ദ ഇമേജ് വിൽ അണ്ടർഗോ ലാറ്ററൽ ഇൻവേർഷൻ. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോവുകയാണ്. നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വലിപ്പവും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്യത ഉണ്ടാവുമോ? എന്താണ്? അതെ, നമ്മുടെ വലിപ്പവും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും ഒരുപോലെ ആയിരിക്കും, തുല്യമായിരിക്കും. The size of the image will be the same as that of the object. പ്രതിബിംബത്തിൻ്റെ വലിപ്പവും വസ്തുവിൻ്റെ വലിപ്പവും തുല്യമായിരിക്കും. അതാണ് അടുത്ത പ്രോപ്പർട്ടി. ഇപ്പോൾ ഇവിടെ നോക്കാം, ഈ മെഴുകുതിരിയാണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ടുള്ളത്, വസ്തുവായിട്ടുള്ളത്. കിട്ടുന്ന പ്രതിബിംബം കണ്ടില്ലേ, ഡോട്ടഡ് ലൈൻ ഇട്ടിട്ട് കാണിക്കുന്ന. അപ്പോൾ അതിന് രണ്ടിൻ്റെ വലിപ്പം എന്താണ്? തുല്യമാണ്. നമ്മൾ പറയുന്നത് അടുത്ത പ്രോപ്പർട്ടി. നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ വളരെ അടുത്തായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിബിംബം എന്തായിരിക്കും? കണ്ണാടിയിൽ വളരെ അടുത്തായിട്ടാണ് നമുക്ക് തോന്നുക. ഓക്കെ. ഇനി നമ്മൾ കുറച്ച് അകലേക്ക് മാറുക, കണ്ണാടിയിൽ നിന്നും കുറച്ച് അകലേക്ക് ബാക്കിലോട്ട് മാറുക. അങ്ങനെ മാറുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും പ്രതിബിംബവും കുറച്ച് അകലേക്ക് മാറിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ 2-3 തവണ നമ്മളിങ്ങനെ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ്? The distance between the image and the mirror is equal to the distance between the object and the mirror. എന്ന് വെച്ചാൽ പ്രതിബിംബവും കണ്ണാടിയും തമ്മിലുള്ള അകലവും അതുപോലെ വസ്തുവും കണ്ണാടിയും തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും. ഓക്കെ. ഇപ്പോൾ ഇവിടെ കണ്ണാടിയുടെ മുമ്പിൽ ഒരു ഇമേജ് വെച്ചിട്ടുണ്ട് അല്ലേ. ആ ഇമേജിൻ്റെ ഡിസ്റ്റൻസും ഇമേജിലേക്കുള്ള ദൂരവും അതുപോലെ വസ്തുവിലേക്കുള്ള ദൂരവും ഒന്ന് നോക്കുക. രണ്ടും എന്താണ്? തുല്യമാണ്. അപ്പോൾ ഇത്രയാണ് സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.